Hello friends, welcome to your channel. ഇന്ന് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിനകത്ത് ട്രാക്കിംഗ് ആണ് നോക്കുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ട്രാക്കിംഗ് ആണ് ആഫ്റ്റർ എഫക്ട്സിലുള്ളത്. ഒന്ന് ട്രാക്ക് ക്യാമറയും മറ്റേത് ട്രാക്ക് മോഷൻ. നമ്മളൊന്ന് ട്രാക്ക് മോഷനാണ് നോക്കുന്നത്. നമ്മൾ ഈ ട്രാക്കിംഗ് കൊണ്ട് മെയിനായിട്ട് മീൻ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് വീഡിയോയിൽ പ്ലേസ് ചെയ്യാൻ നമുക്ക് ട്രാക്കിംഗ് യൂസ്ഫുൾ ആയിരിക്കും. അതായത് വീഡിയോ മൂവ് ചെയ്യണ അനുസരിച്ച് തന്നെ നമുക്ക് ഒബ്ജക്റ്റിനെ ഒരു പോയിന്റ് ബേസിസിൽ മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ഒരു കോമ്പോസിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമുക്ക് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോയിനകത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് തന്നെ ഒരു കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്പ്ലിറ്റ് ലെയർ ആണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതും അതേപോലെ തന്നെ സ്പ്ലിറ്റ് ലെയർ യൂസ് ചെയ്ത് ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ വർക്ക് ഏരിയ നമ്മളൊന്ന് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് റീസൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലാണ് നമ്മൾ ട്രാക്കിംഗ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ട്രാക്കിംഗ് അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കിടക്കുന്നുണ്ടാവും ട്രാക്കറിൻ്റെ ഓപ്ഷൻ. അല്ല എങ്കിൽ വിൻഡോസിനകത്തുനിന്ന് നമുക്ക് ട്രാക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ട്രാക്ക് മോഷൻ കൊടുക്കാം. നിങ്ങൾക്ക് കാണുന്ന ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഈ പോയിന്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രാക്ക് മോഷൻ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് പോയിന്റ് കുറച്ച് വലുതാക്കി വെച്ചിട്ട് ഏത് പോയിന്റാണോ, അതായത് മൂവ് ചെയ്യണ പോർഷനിലെ ഏതെങ്കിലും ഒരു പോയിന്റിന് നമ്മൾ ട്രാക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈയുടെ ഒരു പോർഷനാണ് എടുത്തേക്കുന്നത്, ഉൾഭാഗമാണ് എടുത്തേക്കുന്നത്. ആ പോയിന്റിൽ നമ്മുടെ പോയിന്റ് കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്കിത് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ പോയിന്റ് മാറിപ്പോവാണ്ടിരിക്കാൻ നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നോക്കാം. ഇൻ കേസ് പോയിന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ ആ പോയിന്റിനെ ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കുക. ഇത്രയാണ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോയിന്റ്സ്. ഇപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ്. ഇതിനൊരു ഡയറക്ഷനോ അല്ലെങ്കിൽ ഒരു പൊസിഷനോ ഇല്ല. അപ്പം നമ്മളൊരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് അതിനകത്തോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ജസ്റ്റ് ലെയർ ചെയ്യുന്ന പുതിയൊരു നൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ട്രാക്കറിനകത്ത് തന്നെ എഡിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. നൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്ലൈ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഒരു പുതിയ നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ട് നിങ്ങൾക്ക് കാണാം ചെറിയൊരു റെഡ് കളറിലൊരു ബോക്സ് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആങ്കർ പോയിന്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആങ്കർ പോയിന്റിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇമേജിനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഈ ഇമേജാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. നൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ലെയറിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മൾ ഇമേജ് ലെയർ കൊണ്ടുവരുന്നത്. ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇമേജിനെ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യാം.
എങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് ഇമേജിൻ്റെ ആംഗിൾ പോയിന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത്, അതായത് നൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണ അനുസരിച്ച് വേണം നമ്മുടെ ഇമേജ് മൂവ് ചെയ്യാൻ. അതുകൊണ്ട് നൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് കോപ്പി ചെയ്ത് ഇമേജിൻ്റെ പൊസിഷനിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇമേജിൻ്റെ പൊസിഷനിലോട്ട് കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, അതായത് നൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണ അനുസരിച്ച് തന്നെ നമ്മുടെ ഇമേജ് എന്താണ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു സ്കെയിലിങ്ങിൻ്റെ ഒരു ആനിമേഷനും കൂടെ ചെയ്യാം. ഫസ്റ്റ് കീ എന്ന് പറയുന്നത് ഇമേജ് ഭയങ്കര ചെറുതായിട്ടുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. നമുക്ക് മൂവ് ചെയ്യണ അനുസരിച്ച്, നമ്മുടെ വീഡിയോ മൂവ് ചെയ്യണ അനുസരിച്ച് ഇമേജിനെ കുറച്ചൊന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ട്രാക്ക് മോഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാക്ക് മോഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ലൈറ്റിൻ്റെ കുറച്ച് എഫക്റ്റും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സാബർ എന്ന് പറഞ്ഞൊരു എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നമ്മൾ ആ എഫക്റ്റാണ് യൂസ് ചെയ്യുന്നത്. പുതിയൊരു സോളിഡ് ലെയർ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലെയറിലോട്ടാണ് സാബർ എന്ന് പറഞ്ഞ എഫക്റ്റ് കൊണ്ടുവരുന്നത്. ജസ്റ്റ് അതിൻ്റെ എഫക്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അതിൻ്റെ കളർ ചേഞ്ചിങ് എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഗ്ലോയുടെ കളറൊക്കെ മാറ്റി കൊടുക്കാം. നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. നമുക്ക് ജസ്റ്റ് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇമേജിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ സോളിഡ് ലെയർ, അതായത് നമ്മൾ ഒരു ബ്ലാക്ക് സോളിഡ് ലെയറിലാണ് കൊടുത്തത്. ആ ലെയറിനെ ജസ്റ്റ് ഒന്ന് നോർമൽ മാറ്റി ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബാക്കിലുള്ള വീഡിയോയും കൂടെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈറ്റിൻ്റെ എഫക്റ്റിലും നമ്മൾ നൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ലൈറ്റ് നമ്മുടെ ഇമേജിനനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ ഗ്ലോയുടെ ഒരു ഇൻറ്റൻസിറ്റിയാണ് ഒന്ന് കൂട്ടിയത്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇൻറ്റൻസിറ്റിയും ഗ്ലോയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പ്രീസെറ്റ് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാക്ക് മോഷൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഇമേജിന് പകരം ടെക്സ്റ്റ് ആണെങ്കിലും എന്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ട്രാക്ക് മോഷൻ യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോ മൂവ് ചെയ്യുന്നതനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ട്യൂട്ടോറിയൽസിനായി വീക്കറ്റ്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തും. താങ്ക് യു.